കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിരുന്നു. എനിക്ക് 2 വിഷയം വളരെ പാടായിരുന്നു. ഞാൻ വളരെ ഭാരത്തോടെ സെക്കസായുടെ ആരാധനയിൽ പങ്കെടുത്തു. ആരാധന മധ്യ ആന്റി വിളിച്ചു പറഞ്ഞു, തോൽക്കുമെന്ന് ഭാരത്തോടെ നിൽക്കുന്നവർ കൈ ഉയർത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ 75% മാർക്ക് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആന്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 86% മാർക്കോടെ ഒരു ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശു കർത്താവിനെ കോടാനുകോടി സ്തോത്രവും സ്തുതികളും അർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കും ഈ ആരാധനയിൽ ഒരു സാക്ഷിയെ നിൽക്കുവാൻ ദൈവം അനുവദിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിന് ഞാനിവിടെ കടന്നു വന്നപ്പോൾ ദൈവം ചെയ്ത നന്മയെക്കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ പ്ലാൻ തുടങ്ങിയ 7 സർട്ടിഫിക്കറ്റുകൾ 1 മാസത്തിന് മുൻപ് ഞാനൊരാളിൻ്റെ കയ്യിൽ, ഒരു ഏജന്റിന്റെ കയ്യിൽ ലോണിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് അയാൾ പറഞ്ഞു ഭവന നിർമ്മാണ ബോർഡിൽ കൊടുത്തെന്ന്. ഞാനും ഭർത്താവും കൂടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. തിരികെ ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും തരുന്നില്ല. ഒരാഴ്ചക്കാലം ചോദിച്ചു. ഒരിക്കൽ പോലും അയാൾ തരുമെന്ന് പറഞ്ഞില്ല. ഞാൻ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിന് ഇവിടെ കടന്നു വന്നപ്പോൾ സിസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ദൈവം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, നാളെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് തരാൻ പോകുന്നു. തുടർന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും ദൈവം മടക്കി തന്നു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷി ഒരുമിച്ച് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആലയത്തിൽ വീണ്ടും സാക്ഷിയായി നിൽക്കാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഹൈന്ദവരായിരുന്നു. 10 വർഷം കൊണ്ട് ഞാൻ ഈ ആരാധനയിൽ കടന്നു വരുന്നു. അതിനുശേഷം ഒരുപാട് അത്ഭുതങ്ങളും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാനിവിടെ സാക്ഷിയായി നിന്നു. വീണ്ടും എന്നെ ദൈവം സാക്ഷിയായി ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ട് തൈറോയിഡ് രോഗത്താൽ ഭാരപ്പെടുകയാണ്. ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ചില സമയങ്ങളിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. ഞാൻ കാണിക്കുന്ന ENT ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, തൈറോയിഡ് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുഴ ക്യാൻസർ ആവും, നിങ്ങൾ ആ ക്യാൻസർ സെന്ററിൽ തന്നെ പോയി പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ടപ്പോൾ വളരെ ടെൻഷനോടുകൂടി, ഭയങ്കര വിറയലോടുകൂടി ഞാൻ അന്ന് രാത്രി ബഹുമാനപ്പെട്ട സിസ്റ്ററെ ഫോണിൽ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സഹോദരി കണ്ണുകൾ അടയ്ക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദൈവ ആലോചന പ്രകാരം അവർ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ തൈറോയിഡ് രോഗം പൂർണ്ണമായി എടുത്തു മാറ്റിയിരിക്കുകയാണ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സാക്ഷീകരിക്കുവാനായി വരുവാൻ. ഞാൻ ആ ആഴ്ചയിൽ തന്നെ സ്കാൻ ചെയ്യാൻ പോവുകയും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയില്ല, മുഴ കംപ്ലീറ്റ് നോർമൽ കണ്ടീഷനിലാണ്, അപ്പം ഓപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച, അത് മാത്രമല്ല ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് എനിക്കൊരു കറണ്ട് ശരീരത്തിൽ കൂടെ പ്രവഹിക്കും പോലെ തോന്നി, ഒരു തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷി വിരമിക്കുന്നു. എത്ര കാലം ജീവിക്കുമോ അത്ര കാലം യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സാക്ഷിയിൽ നിന്ന് വിരമിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടിയാണ് സാക്ഷി പറയണത്. ഞാൻ 35 കൊല്ലം കൊണ്ട് TV അസുഖത്തിൽ കിടന്നു പാരപ്പെട്ട്
പല ആശുപത്രിയിൽ പോയിട്ടും എനിക്ക് ഒരു സൗഖ്യവും തന്നില്ല. ഞാൻ ശ്വാസം മുട്ടി വരുമ്പോൾ ഞാൻ മുട്ടി കവം കൊണ്ട് മുട്ടി. ഞാൻ എന്ത് ചെയ്തിട്ട് ഏത് ചെയ്തിട്ടെന്നൊരു പ്രയാസപ്പെട്ട് ഞാൻ കണ്ണീരിൻ്റെ അടുത്ത് ഞാൻ എല്ലാം ചെയ്തിട്ട് എനിക്കൊരു സൗഖ്യം തന്നില്ല. ഞാൻ ഒരു ഞായറാഴ്ച ദിവസം ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ സിസ്റ്റർ വിളിച്ചു പറഞ്ഞ് സുമതി 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 TV അസുഖത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു. അതോടെ അന്ന് ആ ദിവസം തന്നെ യേശു കർത്താവ് ആ ദിവസം തന്നെ എൻ്റെ അസുഖം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ പാടില്ല. സൗഖ്യം ദൈവത്തിനോട് കോടാതി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൾ SSLC പരീക്ഷ എഴുതാൻ സമയത്ത് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എൻ്റെ മോൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അപ്പം കൂടെ ഉണ്ടാകും, അതുകൊണ്ട് ധൈര്യമായിട്ട് പരീക്ഷ എഴുതുക, ഉന്നത വിജയം ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മോളുടെ റിസൾട്ട് വന്നപ്പോൾ 96% മാർക്കോട് കൂടി ഉന്നത വിജയം എൻ്റെ മോൾക്ക് കിട്ടി. എൻ്റെ ക്രിസ്തു അപ്പന 1000 നന്ദി. യേശുവേ സ്തോത്രം. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് ഹിന്ദുവായി വളർന്ന് 14 വർഷമായി ഞാൻ ഈ ആലയത്തിൽ വന്നിട്ട്. അന്ന് മുതൽ എനിക്ക് ഇവിടുത്തെ ദൈവം മതിയെന്ന് തോന്നി. എൻ്റെ ആലയങ്ങളിലെങ്കിൽ ഞാൻ പോവില്ല. എൻ്റെ മുറ്റത്തൊരു വലിയ കോവിലിരിക്കുന്നു, അങ്ങോട്ട് നോക്കുക പോലും ഇല്ല. ഞാൻ രാന്തോട്ടം പള്ളിയിൽ ബ്രദർ ആരാധനയ്ക്ക് വന്ന് കൺവെൻഷന്. ആ സമയത്ത് ഞാൻ വേദനയോടെ ഭാരത്തോടെ ഞാൻ 15 കൊല്ലം കൊണ്ട് നടന്ന ഒരു പുണ്ണ് എൻ്റെ കയ്യിൽ വെടിച്ച് കയറിയിരുന്നു. എനിക്ക് എരിയുള്ളതൊന്നും കൂട്ടാൻ നോക്കൂല, അരിയാൻ നോക്കൂല, അരയ്ക്കാൻ നോക്കൂല. അങ്ങനെ വളരെ ഭാരത്തോടെ ഞാൻ വേദനയോടെ കണ്ണുനീരോടെ ഞാൻ രാന്തോട്ടത്തിൽ വന്ന സമയത്ത് ബ്രദർ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അനേകം പേരുടെ വാതരോഗം എടുത്തു മാറ്റിയിരിക്കുന്നു. ഞാൻ 2 കൈയും മടക്കി വെച്ചുകൊണ്ടാണ് കരമടിച്ചത്. ബ്രദർ പറയുന്നത് കരം നൂത്ത് കൊട്ടി എന്ന് പറഞ്ഞു. എനിക്ക് നൂക്കാൻ പറ്റില്ല. ഞാൻ 2 കൈയും മടക്കി വെച്ചാണ് കരമടിച്ചത്. ഈ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ കൈ പിടിച്ചു നൂത്തതുപോലെ എനിക്ക് തോന്നി. ഈ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ സമയത്ത് എൻ്റെ ദൈവം എന്നെയും തൊട്ട് ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 നന്ദി പറയട്ടെ. ആ നിമിഷം തന്നെ കൈ പിടിച്ചു നൂത്ത് എനിക്ക് സുഖം കിട്ടിയതാ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പുണ്ണിന്റെ തഴം പോലും ഇല്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഹൈന്ദവ കുടുംബത്തിലെ ഒരു അംഗമാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ വളരെ ഭാരത്തോടെ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2010 മാർച്ച് മാസം പശുക്കോട്ടുകുണം CSI ചർച്ചിൽ വെച്ച് ബ്രദറിന്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻ കൂട്ടായ്മയിൽ ഞാനും പങ്കെടുത്തിരുന്നു. കൺവെൻഷന്റെ 3-ാം ദിവസം പ്രാർത്ഥന മധ്യേ ബ്രദർ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോടെ അനേകം സഹോദരിമാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരിതാ യേശു കർത്താവ് തൊടുന്നു എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയം എന്നെ യേശു കർത്താവ് തൊടുന്നതായി അനുഭവപ്പെടുകയും ആ മാസം തന്നെ എന്നെ അനുഗ്രഹിച്ച് ദൈവം എനിക്കൊരു ആൺ തലമുറ തരുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശു കർത്താവിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. നാഥന് നന്ദി അർപ്പിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി. വാ തുറക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. സ്തുതിച്ചാട്ടെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ഒരുപോലെ ഉള്ളു തുറന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ആമേൻ. ദൈവ കൃപ വ്യാപരിക്കുന്നു. കരം ഉയർത്തി കരം തട്ടി. ദൈവ ശക്തി വ്യാപരിക്കുന്നു എല്ലാരിലും. ഹല്ലേലൂയ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ
പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ സത്യം വഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ സത്യമഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ ഞാൻ ആശ്രയിക്കും പാറ എൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ള കരം പിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ള കരം പിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ള കരം പിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു അഗ്നി 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 ഫയർ 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 അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തി നീളലിൻ കീഴിൽ അത്യുന്നതനാം സർവശക്തൻ നീളലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വാസിക്കുന്നു ഞാൻ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വാസിക്കുന്നു ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ള കരം പിടിച്ച് നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു ആമേ കരമുയർത്തി കടിച്ച് നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ള കരം പിടിച്ച് നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു കൃപ 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 God's grace God's grace ദൈവ കൃപ നിങ്ങളിൽ 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 ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക അഗ്നിയിൽ നിറയുക ഹല്ലേലൂയ 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 അഭിഷേക തീ നിങ്ങളിൽ പുതു കൃപ പുതു ശക്തി റഗ്ഗാലദൻ ധനദബ നന്ദി 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 നിറച്ചതിനായി നന്ദി ദൈവമേ അങ്ങ് അരുളി ചെയ്യണം ഞങ്ങൾ കേൾക്കണ്ട യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇരിക്കാം സദൃശവാക്യം 8-ാം അധ്യായം 17-ാം വചനം സദൃശവാക്യം 8:17 നീതിമൊഴികൾ 8-ാം അധികാരം 17-ാം വചനം Proverbs
chapter 8, verse 17. വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ആമേൻ. ദൈവം അരുളി ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്നവരെ ദൈവമായ ഞാൻ സ്നേഹിക്കുന്നു. I love whom loves me. I love those who loves me. என்னை சிநேகிக்கிறவர்களை நான் சிநேகிக்கிறேன். ദൈവം അരുളി ചെയ്യുന്ന എന്നെ എവനൊരുത്തൻ സ്നേഹിക്കുന്നുവോ അവന് അവളെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെയാണോ? വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കർത്താവ് എല്ലാരെയും സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4 അധ്യായം 9 നമ്മ പഠിപ്പിക്കുന്ന ദൈവം സ്നേഹം തന്നെ. God is love. தேவன் அன்பாக இருக்கிறார். தேவன் அன்பாக இருக்கிறார். God is love. எல்லாரையும் சிநேகிக்கின்ற தெய்வம், எல்லாரையும் അനുഗ്രഹിക്കുന്ന ദൈവം, എല്ലാരെയും ഉയർത്തുന്ന ദൈവം, എല്ലാരെയും അഭിഷേകിക്കുന്ന ദൈവം, എല്ലാരെയും നിവർത്തുന്ന ദൈവം, എല്ലാരെയും വളർത്തുന്ന ദൈവം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് 2 അധ്യായം 10 ക്രിസ്തു യേശു എല്ലാവർക്കും വേണ്ടിയും ജനിച്ചു. 2 കൊരിന്ത്യർ 5 അധ്യായം 14 പ്രകാരം ക്രിസ്തു യേശു എല്ലാവർക്കും വേണ്ടിയും മരിച്ചു. 1 തിമോത്തിയോസ് 6 അധ്യായം 14 പ്രകാരം ക്രിസ്തു യേശു എല്ലാരെയും ജീവിപ്പിക്കുന്നു. 2 പത്രോസ് 3 അധ്യായം 9 പ്രകാരം ക്രിസ്തു യേശു എല്ലാരെയും മാനസാന്തരത്തിൽ നയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 25 പ്രകാരം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തു യേശു എല്ലാവർക്കും എല്ലാം നൽകുന്ന ദൈവം. അവൻ എല്ലാരെയും സ്നേഹിക്കുന്നവൻ. പക്ഷേ സാലമൻ രാജ സദൃശ വാക്യങ്ങളിൽ അറിയിക്കുന്ന അവൻ ദൈവത്തെ ആർ സ്നേഹിക്കുന്നുവോ അവരെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ആമേൻ. നാം ആരാധിക്കുന്ന ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ആരാണ് മക്കൾ? യോഹന്നാൻ 1 അധ്യായം 12 നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും, അവൻ ഏത് ജാതിയോ ഏത് മതമോ ഏത് ഭാഷക്കാരനോ ഏത് രാജ്യക്കാരനോ, തന്റെ കയ്യിരിപ്പ് വേലത്തരം ദുഷ്ടത സകലവും വിട്ടറിഞ്ഞുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം നൽകി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. പക്ഷെ പൗലോസ് ഒരു മർമ്മം കൂടെ പ്രസ്താവിക്കുന്ന, ദൈവത്തിന് മക്കൾ മാത്രമല്ല പ്രിയ മക്കളുമുണ്ട്. Beloved sons and daughters. എഫേസ്യർ 5:1 പ്രകാരം ദൈവത്തിന്റെ പ്രിയ മക്കൾ, ദൈവത്തിനു വേണ്ടി തല പോയാലും കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുന്നവർ. യോഹന്നാൻ 8:31 പ്രകാരം എന്ത് പ്രതികൂലം വരട്ടെ വചനത്തിൽ നിലനിൽക്കുന്ന മക്കൾ, ഈ ലോകത്തിന്റെ കറ ചുളുക്കം പടാതെ തല പോയാലും വിശുദ്ധിയിൽ, പെർഫെക്റ്റ് പ്യൂരിറ്റിയിൽ, സമ്പൂർണ്ണ വിശുദ്ധിയിൽ
തങ്ങളെ കാത്തുകൊള്ളുന്ന മക്കൾ കർത്താവിന്റെ പ്രിയ മക്കൾ. ഹല്ലേലൂയ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദാനിയേൽ, ദാവീദ്, ജോസഫ്, ഈനോക്ക്, മോശെ ഇവർ ദൈവത്തിന്റെ പ്രിയ മക്കൾ. വചനം നമ്മെ പഠിപ്പിക്കുന്ന ദാനിയേൽ പീരുട്ടി കാത്തു സൂക്ഷിച്ച മഹാൻ. ദാനിയേൽ 1-8 വചനത്തിൽ മദ്യപിക്കുവാൻ, ദുഷ്ടത കാണിക്കുവാൻ സർവ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ടും ദാനിയേൽ എന്നുള്ള പ്രവാചകൻ തന്റെ ഹൃദയത്തിൽ ഒരു കാര്യം നിശ്ചയിച്ച്, ഐ വിൽ നോട്ട് സിൻ അഗൈൻസ്റ്റ് മൈ ഗാഡ്, ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന പീരുട്ടി കാത്തു സൂക്ഷിച്ച ദാനിയേൽ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 13:22 വചനത്തില് ദാവീദ് രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ദൈവം തന്നെ സാക്ഷീകരിക്കുന്ന, ഹി ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ, എന്റെ ഹിതമെല്ലാം ചെയ്യുന്നവൻ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അമളി പറ്റിയെങ്കിലും ആ അമളി അല്ലെങ്കിൽ അതുപോലുള്ള പാപം വീണ്ടും തന്റെ ജീവിതത്തിൽ കടന്നു വരാതെ മരണപര്യന്തം ജാഗ്രത പുലർത്തി ജീവിച്ച ഒരാളാണ് ദാനിയേൽ. കർത്താവ് അരുളി ചെയ്യുന്ന, ഹി ഈസ് ജസ്റ്റ് ഓൺ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ. ദാവീദ് എന്റെ പ്രിയ മകൻ, ദാനിയേൽ എന്റെ പ്രിയ മകൻ, ജോസഫ് എന്റെ പ്രിയ മകൻ. വസ്ത്രം നഷ്ടപ്പെട്ടിട്ടും വിശുദ്ധി കാത്തു സൂക്ഷിച്ചവൻ, തല പോകുമെന്നുള്ള അവസ്ഥ വന്നിട്ടും ദൈവത്തിന് വിരോധമായി പാപം ചെയ്യാത്തവൻ. ജോസഫ് എന്റെ പ്രിയ മകൻ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വചനത്തിൻ പ്രകാരം വേദ പുസ്തകം അടുത്തൊരു മഹാനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആനോക്ക് പ്രവാചകൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത് 365 ആണ്ടുകൾ. ഈ 365 ആണ്ടുകളും ആനോക്ക് പ്രവാചകൻ ഉൽപ്പത്തി 5:24 നമ്മെ പഠിപ്പിക്കുന്ന, ദൈവത്തോട് കൂടെ നടന്ന്, ആമേൻ, തന്റെ 65-ാം വയസ്സിൽ തനിക്കൊരു മകനുണ്ടായി, മെത്തുശല. 365 ആണ്ടുകൾ ഈ ഭൂമിയിൽ ജീവിക്കുവോളം വചനം നമ്മെ പഠിപ്പിക്കുന്ന, ദൈവത്തോട് കൂടെ നടന്ന് കർത്താവ് അരുളി ചെയ്യുന്ന, ഇവൻ എന്റെ പ്രിയ മകൻ, therefore I take him with the life in heaven. സ്വർഗത്തിൽ കർത്താവ് ഹാനോക്കിനെ ജീവനോടെടുത്ത് അവനെ മാനിച്ച്, ഇവൻ എന്റെ പ്രിയ മകൻ. ദാനിയേൽ, ദാവീദ്, ജോസഫ്, ആനോക്ക്. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മോശയെ കുറിച്ച് ഊണും ഉറക്കമും വെള്ളവും വേണ്ടാമെന്ന് 2 പ്രാവശ്യം 40 ദിവസങ്ങൾ ഉപവസിച്ച് കർത്താവിന്റെ തേജസ്സിൽ നിറഞ്ഞ് ജീവിക്കുന്ന വിശുദ്ധനായ മനുഷ്യൻ. പുറപ്പാട് പുസ്തകം 19:12 പ്രകാരം, പുറപ്പാട് പുസ്തകം 19:23 പ്രകാരം, പുറപ്പാട് പുസ്തകം 19:20 വചനത്തിൻ പ്രകാരം, പുറപ്പാട് പുസ്തകം 24:2 വചനത്തിൻ പ്രകാരം സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന, സീനായി പർവ്വതത്തെ ചുറ്റും മോശെ അതിർത്തിയിടുക. ഈ അതിർത്തി യഹൂദന്മാർ ഒരുത്തൻ പോലും കടക്കരുത്. If they cross the boundary that you have earmarked around Mount Sinai, they shall be killed. ഈ അതിർത്തി കടക്കുന്ന മനുഷ്യർ മരിച്ചു വീഴും. ദൈവം മോശയോട് അരുളി ചെയ്യുന്ന, മകനെ, നിനക്ക് മാത്രം എന്റെ അടുത്ത് വരാ. ഹല്ലേലൂയ. എത്ര വലിയ ഭാഗ്യം, എത്ര വലിയ ഭാഗ്യം. നീ എന്റെ പ്രിയ മകൻ. ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്.
ദൈവം ഇന്ന് ആഹ്വാനം നൽകുന്നത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ പ്രിയ മക്കളാകുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെ? കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളെ നീയും വെറുക്കണം. ആമേൻ. കർത്താവ് ഏത് കാര്യങ്ങളെ വെറുക്കുന്നുവോ സഹോദര സഹോദരി നീയും അതിനെ വെറുക്കണം. ദൈവം ആരെ വെറുക്കുന്നു? വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു ദൈവം അഹങ്കാരിയെ വെറുക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 21, 22, 23 വചനങ്ങളിൽ ഭദ്രാസനത്തിൽ കയറിയിരുന്ന ഹെരോദ് രാജ വാ തുറന്ന് പ്രസംഗിച്ചപ്പോൾ ചുറ്റുനിന്ന കേൾവിക്കാർ അവനെ ആകാശത്തോളം പുകഴ്ത്തി. ഈസ് നോട്ട് എ മാൻ, ഈസ് എ ഗാഡ് ഹിംസെൽഫ്. ഇതാ ഈ ശബ്ദം കേൾപ്പിക്കുന്ന മനുഷ്യൻ മനുഷ്യനല്ല, ഇവൻ ദൈവമത്രേ. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമത്രേ. വേദ പുസ്തകം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഹേരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ സ്വർഗം തുറന്ന് ദൈവം തന്റെ ദൂതനെ അയച്ച് ദൂതൻ അവനെ അടിച്ച് അവൻ കൃമിക്ക് ഇരയായി ചത്ത്. അഹങ്കാരിയെ വെറുക്കുന്ന ദൈവം, ദൈവം വെറുക്കുന്നത് നീയും വെറുക്കുക. സടിസവാക്യം 3-ാം അധ്യായം 32-ാം വചനത്തിൽ വക്രത ഉള്ളവൻ ദൈവത്തിന് വെറുപ്പ്. സടിസവാക്യം 8-ാം അധ്യായം 7-ാം വചനത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന് വെറുപ്പ്. സടിസവാക്യം 15-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ യാഗം ദൈവത്തിന് വെറുപ്പ്. സദൃശവാക്യം 15-ാം അധ്യായം 9-ാം വചനത്തിൻ പ്രകാരം ദുഷ്ടന്റെ യാഗം ദൈവത്തിന് വെറുപ്പ്. ആവർത്തന പുസ്തകം 25:16 നമ്മ പഠിപ്പിക്കുന്നു അന്യായം ദൈവത്തിന് വെറുപ്പ്. 2 സാമുവേൽ 11:27 വചനത്തിൻ പ്രകാരം പാപപ്രവർത്തനം ദൈവത്തിന് വെറുപ്പ്. സങ്കീർത്തനം 119 113 വചനത്തിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു ഇരുമനസ്സുള്ളവൻ ദൈവത്തിന് വെറുപ്പ്. ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ നീയും വെറുത്ത് ദൈവത്തെ സ്നേഹിക്കുക. മനസ്സിലായവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ നീയും വെറുത്ത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നീ ദൈവത്തിന്റെ മക്കളുടെ കൂട്ടത്തിലല്ല, ദൈവത്തിന്റെ പ്രിയ മക്കളുടെ കൂട്ടത്തിലായിത്തീരും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. അതാണ് അതിന്റെ മർമ്മം. അവൻ വരും നാളിൽ എന്റെ കാരം പിടിച്ചു തന്റെ മാടന ചീടുമേ. അവൻ വരും നാളിൽ എന്റെ കാരം പിടിച്ചു തന്റെ മാടന ചീടുമേ. ആ സമൂഹമാടിൽ അന്നു കർത്തനുമാ ആർത്തു ഘോഷിക്കും സന്തോഷത്താ. ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ നിങ്ങളിൽ ഇറങ്ങുന്നു. കയം ഉയർത്തി കരം തട്ടുക.
കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വാനം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ഫോർ യു, ഫോർ യു, നിങ്ങൾക്കായി, നിങ്ങൾക്കായി യാചിക്കുക, യാചിക്കുക. ദൈവമേ, അങ്ങ് വെറുക്കുന്ന ഘടകങ്ങള് ഞാനും വെറുത്ത് ജീവിക്കുവാൻ കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും ദൈവത്തിന്റെ പ്രിയ മക്കളാകുവേ, ദൈവത്തിന്റെ പ്രിയ മക്കളാകുവേ. അഭിഷേക തീ നിങ്ങളിൽ, നിങ്ങളിൽ, നിങ്ങളിൽ വിടുതലിൻ തീ, വിടുതലിൻ തീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വാ തുറന്ന് യാചിക്കുക, വാ തുറന്ന് യാചിക്കുക. അടിയനെ നിറയ്ക്കണമപ്പ, അടിയനെ നിറയ്ക്കണം. ജോൺ മാർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച 120 പേരെയും നിറച്ച് 120 പേരിലും അന്യഭാഷ അടയാളത്തോട് കൃപാവരം ജ്വലിപ്പിച്ചല്ലോ സ്വാമി. എന്നിലും നിറയ്ക്കണമേ. യാചിച്ചാട്ടെ, യാചിച്ചാട്ടെ. ദൈവ പൈതലേ, യാചിച്ചാട്ടെ. യാചിക്കുന്നവന് എല്ലാം ലഭിക്കുന്നു. ആകയാൽ യാചിക്കുക, യാചിക്കുക. കൃപ, 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 കൃപ. നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു. റഗ്ഗാല ദന്ധനദബ ലഞ്ചന ഷഗാല ദന്ധനദബ. കൃപ, കൃപ, കൃപ. അണികളുടെ ഹൃദയം ഇപ്പോൾ തുറക്കപ്പെടുന്നു. അടഞ്ഞു കിടന്ന ഹൃദയങ്ങളെ കർത്താവ് തിറക്കുന്നിടാം, തിറക്കുന്നിടാം. ആമേൻ. സാത്താന് വേണ്ടി ഒതുക്കി വെച്ചിരുന്ന അനേക ഹൃദയങ്ങൾ ഇപ്പോൾ തിറക്കപ്പെടുന്നു. അമ്പിളി, അമ്പിളി, നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുന്നു ഇപ്പോൾ. പ്രസന്ന സിസ്റ്റർ പ്രസന്ന, നിങ്ങളുടെ ഹൃദയം കർത്താവിനെ ഇപ്പോൾ തിറക്കപ്പെടുന്നു. സരോജം, നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കർത്താവിനായി തിറക്കപ്പെടുന്നു. മിസ്റ്റർ ദാസയൻ, നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കർത്താവിനായി തിറക്കപ്പെടുന്നു. തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിക്കുന്നവൻ, പൊട്ടിക്കുന്നവൻ. സ്വാതന്ത്ര്യം പ്രാപിക്കുക, സ്വാതന്ത്ര്യം പ്രാപിക്കുക, ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിക്കുക. ഹീലിംഗ് ടച്ച്, ഹീലിംഗ് ടച്ച്, ഹീലിംഗ് ടച്ച്, ഹീലിംഗ് ടച്ച്, ഹീലിംഗ് ടച്ച്. ഹല്ലേലൂയ. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ. നോടെ വരവിനായി കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ. നാടാ നീ നോടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും കണ്ട വേഗം വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കണ്ട വേഗം നീ വന്നിടണേ. നന്ദമേ പരമാ നന്ദമേ ഇടുകിയ സന്തോഷമേ. നന്ദമേ. പവർ, 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 പവർ. ആത്മാവിൽ നിറയുക. അലസതയോട് ഉറങ്ങി ഉറങ്ങി ഇരിക്കരുത്. അവൻ വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ. മൈ ഗോഡ് ഈസ് ഹിയർ, മൈ ഗോഡ് ഈസ് ഹിയർ. എന്റെ ദൈവം വന്നിട്ടുണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ. ആത്മാവിൽ നിറഞ്ഞാട്ടെ, അന്യ ഭാഷ സംസാരിച്ചാട്ടെ. ദൈവ കൃപയിൽ നിറഞ്ഞ് ദൈവ പൈതലെ ആരാധിക്കുക. മക്കളില്ലാത്തവർ എഴുന്നേൽക്കുക. എല്ലാരും സ്തുതിച്ചു കൊണ്ടിരിപ്പീൻ. എല്ലാരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു കൊണ്ടിരിപ്പീൻ. ഒരു തലമുറയ്ക്കായി നീണ്ട നാൾ കാത്തിരുന്ന് നിലവിളിക്കുന്ന മക്കൾ എഴുന്നേറ്റാട്ടെ. ആരും കണ്ണുകൾ തുറക്കരുത്, കണ്ണുകൾ തുറക്കരുത്. ഹല്ലേലൂയ.
കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ആമേൻ. കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവർക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നാളേക്കല്ല, ഇന്നും ഒരു അത്ഭുതം ചെയ്യണം. ഇന്നും ഒരു അത്ഭുതം ചെയ്യണം. ആരുടെ പോരായ്മയും ദൈവം കണക്കെടുക്കരുത്. കൃപയാൽ കൃപയാൽ ഇവർ അനുഗ്രഹിച്ചയക്കുവാൻ എല്ലാവരും നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അപ്പാ, ഞാൻ അങ്ങയുടെ വേലക്കാരൻ, ഞാൻ അങ്ങയുടെ ശിഷ്യൻ. ഈ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, ഈ സഹോദരങ്ങളുടെ മനസ്സലിയണമേ. സ്വർഗം തുറക്കപ്പെടട്ടെ, സ്വർഗം തുറക്കട്ടെ രാജ, സ്വർഗം തുറക്കട്ടെ. I bless every sister's womb in the name of Jesus. ഇവരുടെ ഗർഭത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്ന പിതാവേ. ഇവരുടെ ജീവിതത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന പിതാവേ. റഗാല ദന്തനദബ ലഞ്ചന റഗാല ദന്തനദബ ലജബ റഗാല ദന്തനദബ ടി 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 ടി. സാത്താന്റെ ചങ്ങലകൾ ഇടാ അഴിഞ്ഞു വീഴുന്നു. ഇവരിൽ നിന്ന് മാത്രമല്ല, ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകരിൽ നിന്ന് സാത്താന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. നീ ഉയരുവാൻ വിടാതെ, നീ ഉയർച്ച പ്രാപിപ്പാൻ വിടാതെ, നിന്റെ കുടുംബം അനുഗ്രഹിക്കാൻ വിടാതെ കെട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില് റഗാല ദണ്ഡന ലഞ്ചന സകലദബ റഖാലദബ ഹല്ലേലൂയ. വിടുതലിൻ തീ വ്യാപരിക്കുന്നേ. ടി 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 ടി. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയവേ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയവേ. വീണ്ടും മേഘ കോടാ ദീദന്തു ദരുമാ വീണ്ടും വാണിടുമേ. പവർ 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 വീണ്ടും വാണിടുമേ. മേഘവാഹനത്തിൽ കോടീടൻ ദൂരരുമായി. ഈ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളിൽ അനേകർ അടുത്ത ആണ്ട് ഈ മാസമാകുമ്പോൾ 3 പേരായി ഈ കൂട്ടായ്മയിൽ വരുന്നത് ഞാൻ കാണുന്നു. I foresee in faith. I see it in faith. I see it in faith. യേശുവിൻ നാമത്തിൽ ഞാനത് കാണുന്നു. തൊട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി. സങ്കീർത്തനം 101:3. സങ്കീർത്തനം 101:3. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ദൈവത്തിന് മക്കളുമുണ്ട്, ദൈവത്തിന് പ്രിയമക്കളുമുണ്ട്. ഒരു ഭാഗത്തിൽ ദൈവം എല്ലാരെയും സ്നേഹിക്കുന്നവൻ തന്നെ, മറുഭാഗത്തിൽ കർത്താവ് കട്ടൻറയായി അരുളി ചെയ്യുന്ന എന്നെ എവനൊരുത്തൻ സ്നേഹിക്കുന്നുവോ പർട്ടിക്കുലറായി ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രിയമക്കൾ ആർ പ്രിയമക്കൾ? ദാനിയേൽ, ദാവീദ്, ജോസഫ്, ആനോക്ക്, മോശെ. ഈ ദൈവഭക്തന്മാരുടെ കൂട്ടത്തിൽ ദൈവ പൈതലേ, തല പോയാലും പീരുട്ടി കാത്തു സൂക്ഷിച്ച് യേശുവിന്റെ നാമത്തിൽ ജീവിച്ച് കർത്താവ് വെറുക്കുന്നിട നീയും വെറുത്ത്, കർത്താവ് സ്നേഹിക്കുന്നിട നീയും സ്നേഹിച്ച് ജീവിച്ചാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവം നിന്നെ സ്നേഹിക്കും. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ദൈവം അരുളി ചെയ്യുന്ന ഞാൻ വെറുക്കുന്നു. I hate them.
അതിന്റെ മൂലഭാഷയിൽ അല്ലെങ്കിൽ തമിഴ് ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരമാണ് അതിന്റെ വ്യാഖ്യാനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്: വഴി വിട്ടു പോയവന്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. നിനക്കും എനിക്കും പ്രത്യേകമായ ഒരു വഴിയുണ്ട്, നേരായ വഴി. യേശു തമ്പുരാൻ കാണിച്ചു തന്ന വഴി, മരിച്ചിട്ടും ഉയർത്തവൻ കാണിച്ചു തന്ന വഴി, സർവസത്തൻ കാണിച്ചു തന്ന വഴി, സർവവ്യാപിയായ ദൈവം കാണിച്ചു തന്ന വഴി, സർവജ്ഞാനിയായ ദൈവം കാണിച്ചു തന്ന വഴി, സദാ ജീവിച്ചിരിക്കുന്ന ദൈവം കാണിച്ചു തന്ന വഴി, സർവത്തെ നിർമ്മിച്ച ദൈവം കാണിച്ചു തന്ന വഴി, മരിച്ചിട്ട് ഉയർത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന സത്യ നിത്യ ദൈവം നമുക്ക് കാണിച്ചു തന്ന നേരായ വഴി. ആ വഴിയിൽ മാത്രമേ നീ സഞ്ചരിക്കാവൂ ദൈവ പൈതലേ. വഴി വിട്ടു പോന്ന പ്രവൃത്തിയെ ദൈവം അരുളി ചെയ്യുന്ന ഞാൻ വെറുക്കുന്നു. I hate, God says, the work of them that turn aside. I hate the work of them that turn aside. വഴി വിട്ടു പോയവന്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അതിന്റെ അർത്ഥം മാനസാന്തര വഴിയെ വിട്ട് പോയവൻ, അഭിഷേക വഴിയെ വിട്ട് പോയവൻ, ജീവന്റെ വഴിയെ വിട്ട് പോയവൻ, നീതിയുടെ വഴിയെ വിട്ട് പോയവൻ, ദൈവത്തെ അനുഗമിക്കുന്നതിന് പകരം സാത്താനെയും പാപത്തെയും അനുഗമിക്കുന്നവൻ, അവന്റെ പ്രവൃത്തിയെ ദൈവം അരുളി ചെയ്യുന്നു. ഐ ഹേറ്റ്, ഞാൻ വെറുക്കുന്നു. ക്രമം കെട്ടവന്റെ പ്രവൃത്തി. ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫ്, ക്രമം വേണം. ആമേൻ. വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമം വേണം. യോബുവിൻ പുസ്തകം 31:1 പ്രകാരം നിന്റെ കണ്ണുകളുടെ നോട്ടത്തിൽ ഒരു ക്രമം വേണം. സഭാപ്രസംഗി 5:2 നിന്റെ നാക്കിന്റെ സംസാരത്തിൽ ഒരു ക്രമം വേണം. ദാനിയേൽ പുസ്തകം 1:8 നിന്റെ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രമം വേണം. 2 കൊരിന്ത്യർ 10:5 മനുഷ്യന്റെ വിചാരങ്ങളിൽ ഒരു ക്രമം വേണം. സങ്കീർത്തനം 119:59 ദൈവ പൈതലേ നിന്റെ കാൽ വയ്പിൽ ഒരു ക്രമം വേണം. റോമർ 6:13-19 നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തിയിൽ ഒരു ക്രമം വേണം. അഴിഞ്ഞാട്ടെ ജീവിതം ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. അത് നിനക്കുള്ളതല്ല, അത് സാത്താനുള്ളതാണ്. ക്രമം കെട്ടവന്റെ പ്രവൃത്തിയെ ദൈവം അരുളി ചെയ്യുന്ന ഞാൻ വെറുക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമം, ക്രമത്തോട് ജീവിച്ചാൽ നിന്റെ ആത്മീക ജീവിതത്തിൽ ക്രമമുണ്ടാകും. നിന്റെ ആത്മീക ജീവിതത്തിൽ ക്രമമുണ്ടായാൽ നിന്റെ കുടുംബ ജീവിതത്തിൽ ക്രമമുണ്ടാകും. നിന്റെ കുടുംബ ജീവിതത്തിൽ ക്രമമുണ്ടായാൽ ദൈവ പൈതലേ നിന്റെ സാമൂഹിക ജീവിതത്തിൽ ക്രമമുണ്ടാകും. അതിന്റെ അർത്ഥം നിനക്കും ദൈവത്തിനും തമ്മിലുള്ള വഴി, ലൈൻ നേരെയായാൽ മറ്റെല്ലാ വഴികളും നിന്റെ ജീവിതത്തിൽ നേരെയാകും. കരമുയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ചുരുക്കത്തിൽ കൊലോസിയർ 3:17 നമ്മെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും യേശുവിൻ നാമത്തിൽ ആയിക്കൊള്ളട്ടെ. ആമേൻ. ഈ വചനം എല്ലാവർക്കും പറയാമോ? കരമുയർത്തി. എന്റെ വാക്കും പ്രവൃത്തിയും പോരാ, എന്റെ വാക്കും പ്രവൃത്തിയും എന്റെ ദൈവം യേശുവിൻ നാമത്തിൽ ആയിത്തീരട്ടെ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാണ് ക്രമം. ക്രമം കെട്ടവന്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. പ്രവൃത്തിയിൽ ക്രമം വേണം. ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക. മരണത്തിന് ഇപ്പുറം, മരണത്തിന് മുമ്പ്
നിന്റെയും എന്റെയും ജീവിതത്തിൽ നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തുന്നതേക്കാൾ മരണത്തിന് അപ്പുറം നിന്റെയും എന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് ഇപ്പോൾ തന്നെ ജാഗ്രത പുലർത്തുന്നത് എല്ലാവർക്കും നല്ലതാണ്. കാരണം നീ മരിക്കുമ്പോൾ സഹോദര സഹോദരി, നീ യാതൊന്നും കൊണ്ടുപോകുന്നില്ല. സങ്കീർത്തനം 49:17 വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവർ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയുമില്ല, അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അതേ അധ്യായത്തിൽ 10 വചനം നമ്മെ പഠിപ്പിക്കുന്നു, തങ്ങളുടെ സമ്പാദ്യം അവർ മരിക്കുമ്പോൾ മറ്റവർക്ക് വിട്ടയച്ചു പോകുന്നു. ഹല്ലേലൂയ. ദൈവ പൈതലേ, 2 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കട്ടൻ ക്ലിയറായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീയും ഞാനും മരിച്ചു പോകുമ്പോൾ നമ്മ അനുഗമിക്കുന്ന 2 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സങ്കീർത്തനം 56:8 വചനത്തിൻ പ്രകാരം നീ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നീ വടിച്ച കണ്ണുനീർ നീ മരിച്ചാൽ നിന്നെ അനുഗമിച്ച് സ്വർഗത്തിൽ കടന്നു വരും. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, എന്റെ കണ്ണുനീർ അങ്ങയുടെ തിരുത്തിയിൽ ആക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? എന്റെ ഉളർച്ചകളെ എണ്ണുന്ന ദൈവമേ, kindly fill my tears in thy bottle. നീതിമാനായി നടന്ന് നീതിമാനായി ജീവിച്ച് നീതിമാന്റെ സാക്ഷ്യം വഹിച്ച് ഈ ലോകം തന്നെ ഉപദ്രവത്തിലും ചാഞ്ചാടാതെ കർത്താവിന്റെ പൈതലായി ജീവിക്കുമ്പോൾ കരഞ്ഞ് 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 പ്രാർത്ഥിച്ച് നെരുക്കപ്പെട്ട് പ്രാർത്ഥിച്ച്, പ്രിയ പൈതലെ, ദൈവം നിനക്ക് ഒരു നാൾ മാനം നൽകുന്ന ദിവസം ഉണ്ട്. നിന്റെ മരണാന്തിരം നീ വടിച്ച കണ്ണുനീർ സ്വർഗത്തിൽ വന്ന് നിനക്ക് വേണ്ടി സാക്ഷിയായി നിൽക്കും. നമ്പർ 2, വെളിപ്പാട് പുസ്തകം 14:13 വായിക്കാം. വെളിപ്പാട് പുസ്തകം 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാവുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. Hallelujah. Even after death, the Bible says their work followed them. അവരുടെ പ്രവൃത്തി, അവരുടെ കണ്ണുനീർ പിന്തുടർന്നത് പോൽ അവരുടെ പ്രവൃത്തിയും അവരെ പിന്തുടർന്ന്. ആകയാൽ സങ്കീർത്തനക്കാരൻ എഴുതുന്ന, ക്രമം കെട്ടവന്റെ പ്രവൃത്തിയെ ദൈവം വെറുക്കുന്നു. പ്രവൃത്തി. Listen to me very carefully. What God has asked me to speak to you, talk to you, I preach. That's all. ദൈവം വ്യക്തിപരമായി എന്നോട് എന്നെ കേൾപ്പിച്ച വചനം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. പ്രവൃത്തി വേദപുസ്തകത്തിൻ വെളിച്ചത്തിൽ ഇത് 3 തരത്തിലാണ്. നമ്പർ 1, വിശ്വാസത്തിന്റെ പ്രവൃത്തി. നമ്പർ 2, ദൈവത്തിങ്കലുള്ള പ്രവൃത്തി. നമ്പർ 3, മനുഷ്യരുടെ ഇടയിലുള്ള സൽപ്രവൃത്തി. മനസ്സിലായവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോഴും പലർ മരണ വീട്ടിലിരുന്ന സ്ഥിതിയാണ്. സന്തോഷത്തോടിരിക്കുക. ഇനിയും സന്തോഷത്തോടിരിക്കുക. എന്റെ ദൈവം നിങ്ങളെക്കുറിച്ച് കരുതലുള്ള ദൈവം. നീതിമാനായി ജീവിച്ച് നീതിമാനായി வாழ்ந்தாൽ, പ്രിയമുള്ളവരെ,
നീ ഈ ലോകത്തിൽ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് തക്ക ഉള്ള മാനം, അനുഗ്രഹം തന്നിട്ട് തന്നെ ദൈവം നിന്നെ ഇവിടമിട്ട് എടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. അനേകർ കർത്താവിന് വേണ്ടി പീഡനം സഹിക്കുന്ന അനേകർ ഈ കൂട്ടായ്മയിലുണ്ട്. സ്വന്തം വീട്ടിൽ, സ്വന്തം ഭർത്താവിന്റെ അടുക്കൽ നിന്ന്, സ്വന്തം ഭാര്യയുടെ അടുക്കൽ നിന്ന്, സ്വന്തം പാസ്റ്ററുടെ അടുക്കൽ നിന്ന്, സ്വന്തം ഓഫീസിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന അനേക സഹോദരങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട്. സ്വർഗം അവരെ ഇപ്പോൾ സ്പർശിക്കുന്നു. നോ 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 ഇപ്പോൾ 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 ടച്ച് ഓഫ് ഹോണർ, ടച്ച് ഓഫ് ഹോണർ. നിന്നെ മാനിക്കുന്ന കർത്താവിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി. വർക്ക് റിലേറ്റഡ് ടു യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പ്രവൃത്തി. വിശ്വാസി, റൈറ്റ് ബിലീവർ, യഥാർത്ഥ വിശ്വാസി, അവന്റെ വിശ്വാസത്തിൽ മർക്കോസ് 1:15 പ്രകാരം മാനസാന്തര അനുഭവം ഉണ്ടായിരിക്കും. യഥാർത്ഥ വിശ്വാസം, അവന്റെ വിശ്വാസത്തിൽ എഫേസ്യർ 3:12 പ്രകാരം അവൻ ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കും. യഥാർത്ഥ വിശ്വാസം 1 തിമോത്തിയോസ് 1:5 പ്രകാരം നിർവ്യാജ വിശ്വാസത്തിന്റെ സ്വഭാവം അവൻ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ഉണ്ടായിരിക്കും. യഥാർത്ഥ വിശ്വാസം യൂദ ലേഖനം 20 വചനത്തിൻ പ്രകാരം അവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കും, അവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കും, അവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കും, അവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് എന്റെ ദൈവത്തെ സേവിക്കും. റോമർ 8:14, യൂദ 20, 1 പത്രോസ് 1:12, ഫിലിപ്പിയർ 3:3 ഈ മർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട് ദൈവ പൈതലേ, യഥാർത്ഥ വിശ്വാസി ഫിലിപ്പിയർ 1:27 കഷ്ടം സഹിച്ച്, ഉപദ്രവം സഹിച്ച്, പീഡന അനുഭവിച്ച്, ഏകാണ്ടടയിൽ കഷ്ടതയിൽ ശോധനയ്ക്ക് മേൽ ശോധന അടിച്ചാലും ആഞ്ഞടിച്ചാലും അവൻ കുലുങ്ങിപ്പോകാതെ അപ്പനെ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കും. ഹല്ലേലൂയ. ആരാണ് നേരായ വിശ്വാസി? ദൈവ പൈതലേ, നിന്റെയും എന്റെയും ജീവിതത്തിൽ ശോധന ആഞ്ഞടിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്ന വാക്കുകളായിരുന്നാൽ ആ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗം വിലയിരുത്തും, ഇവൻ എന്റെ മകനാണ്, മകളാണ്.